ഓം നമ ശിവായ. നമസ്കാരം. ഇത് ശ്രീ തിരുവങ്ങായൂർ ശിവക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്നും ഒരുപാട് ഉയരത്തിൽ തേവർകുന്നിലെ കരിമ്പാറ കമ്പളത്തിൽ മാനം മുട്ടി നിൽക്കുന്ന ശ്രീകോവിൽ 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാരാൽ പ്രതിഷ്ഠിതമായ ആരംഭകാലം മുതൽ നെയ്വിളക്കിന്റെ ശോഭയിൽ ആരാധിച്ചു പോന്ന പരമാത്മ ചൈതന്യം ശ്രീ പരമേശ്വരന്റെ ദിവ്യ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ ശ്രീ തിരുവങ്ങായൂർ ശിവക്ഷേത്രം. ക്ഷേത്രാന്തരീക്ഷത്തെ പരിശുദ്ധിയോടെ കാത്തുസൂക്ഷിക്കുന്ന കൂറ്റനരയാൽ വലം വെച്ച് പൗരാണികമായി ദിവ്യമായി കരുതുന്ന 108 പടികൾ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ട് കയറി 108 ശിവസാന്നിധ്യങ്ങളും മനം കൊണ്ട് നമിച്ച് മുകളിലെത്തുമ്പോൾ പുണ്യസങ്കല്പത്തിന്റെ 18 കരിങ്കൽ പടവുകൾ വീണ്ടും. ഭൂപ്രകൃതിയുടെ പ്രത്യേകതകളാൽ ഈ പടവുകൾക്കിടയിലായി ക്ഷേത്രത്തിന്റെ പ്രൗഢിയും മാഹാത്മ്യവും വിളിച്ചോതുന്ന ധ്വജസ്തംഭം, പിന്നെ ബലിക്കൽപുരയും ബലിക്കല്ലും. വരൾച്ച നാടിനെ മൊത്തം ഗ്രസിക്കുമ്പോഴും ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള ജലം സുലഭമാക്കുന്ന, ഭക്തർക്കെന്നും ഒരു വിസ്മയമായി അവശേഷിക്കുന്ന തെളിനീരുറവകളെക്കുറിച്ചൊരു ഐതിഹ്യമുണ്ട്. ആരംഭകാലത്ത് ക്ഷേത്രാവശ്യത്തിനുള്ള ജലം അകലെ നിന്നും മുകളിലെത്തിച്ചിരുന്ന കഴകക്കാരിക്ക് വാർദ്ധക്യമായതോടെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. പരിഹാര നിവൃത്തിക്കായി അവരെന്നും തിരുനടയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രിയിൽ ക്ഷേത്രത്തിൽ അപൂർവ സംഭവങ്ങൾ ഉണ്ടാകുമെന്നും അവ കാണാൻ ശ്രമിക്കരുതെന്നും ഒരു ദിവസം അവർക്ക് സ്വപ്ന ദർശനമുണ്ടായി. അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിൽ നിന്നും ഘോര ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന അവർ വാതിൽപ്പാളികൾക്കിടയിലൂടെ കണ്ണു തുറന്നത് അതിതീക്ഷ്ണ പ്രകാശത്തിലേക്കായിരുന്നു. ഒരു കണ്ണുകൊണ്ട് അവരെന്തൊക്കെയോ കണ്ടു. പിന്നെ ആ കണ്ണുകൊണ്ട് അവരൊന്നും കണ്ടില്ല. അടുത്ത ദിവസം ക്ഷേത്രത്തിൽ കണ്ട കാഴ്ച ഏവരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. കരിമ്പാറകൾ പൊട്ടിപ്പിളർന്നുണ്ടായ തെളിനീർച്ചുനകൾ. ഇവ സപ്തതീർത്ഥങ്ങൾ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. ഇതിലൊന്നിൽ വീണുപോയ ഒരു ഓട്ടുപാത്രം കടലിൽ മുക്കുവർക്ക് കിട്ടിയത്രേ. അവരത് ക്ഷേത്രത്തിൽ സമർപ്പിച്ചെന്നും ക്ഷേത്രാധികാരികൾ അവർക്ക് പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചെന്നും ഐതിഹ്യം. സവിശേഷമായി കണ്ടുവരുന്ന 2 ശിവലിംഗ പ്രതിഷ്ഠകളുണ്ടിവിടെ. തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കപ്പെടുന്ന വിഷ്ണു ചൈതന്യം വേറെയും. ഉപദേവ പ്രതിഷ്ഠകളായി ഗണപതിയും ഭഗവതിയും അയ്യപ്പനും. നാഗക്കാവിൽ നാഗപ്രതിഷ്ഠ. ക്ഷേത്രത്തിൽ നിന്നും അല്പം മാറി ആറാട്ട് കടവുൾപ്പെടുന്ന ക്ഷേത്രക്കുളം. നിത്യശിവേലിയോടെ കൊടിയേറി ഉത്സവം നടന്നതിന്റെ ഭൂതകാല സാക്ഷ്യപത്രം.